ഒരു സംഭവം ഒന്നിലധികം പ്രാവശ്യം സിനിമയാക്കിയതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യ പാർട്ടിൽ മാടത്തരുവി കേസ്, തങ്കമണി സംഭവം, മലബാർ കലാപം, കാണ്ഡഹാർ ഹൈജാക്ക്, സുകുമാരക്കുറുപ്പ് കേസ് എന്നിവയെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഒരു സംഭവം തന്നെ പല രീതിയിൽ കാണിച്ച സിനിമകളെ കുറിച്ചാണ് ഇന്നും സംസാരിക്കുന്നത്. രാജൻ കേസ്. കെ കരുണാകരൻ ആദ്യ പ്രാവശ്യം മുഖ്യമന്ത്രിയായപ്പോൾ 30 ദിവസത്തിനകം രാജിവെക്കേണ്ടി വന്നു. അതിന് കാരണമായത് ഈ ഒരു കേസായിരുന്നു. 1976 മാർച്ച് മാസം കോഴിക്കോട് REC വിദ്യാർത്ഥിയായ രാജനെ കാണാതെയാകുന്നു. രാജനെ പോലീസ് കൊണ്ടുപോയ വിവരം കോളേജ് പ്രിൻസിപ്പൽ ബഹാഉദ്ദീൻ രാജന്റെ അച്ഛൻ പ്രൊഫസർ ഈശ്വര വാര്യരെ അറിയിക്കുന്നു. അതിനൊരു ദിവസം മുമ്പ് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നടന്ന കലോത്സവത്തിൽ രാജൻ സർക്കാരിനെ പരിഹസിക്കുന്ന വിധം ഒരു ഗാനം ആലപിച്ചിരുന്നു. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ. അന്നത്തെ മന്ത്രിയായിരുന്ന വെള്ളയിച്ചരൻ ആ ചടങ്ങിലുണ്ടായിരുന്നു. അന്ന് രാത്രിയായിരുന്നു നക്സലൈറ്റുകൾ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതും. രാജനെ തേടി പ്രിൻസിപ്പൽ പോലീസ് മേധാവികളെ കാണുകയും രാജനെ കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുപോയ വിവരം അറിയുകയും ചെയ്യുന്നു. രാജൻ എവിടെയെന്നറിയാൻ ഈശ്വര വാര്യർ വർഷങ്ങളോളം പല വാതിലുകളും മുട്ടി. അച്യുത മേനോൻ, കെ കരുണാകരൻ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, എംപിമാർ, പോലീസ് മേധാവികൾ പലർക്കും പരാതി അയക്കുകയും നേരിട്ട് പോയി കാണുകയും ചെയ്തു. എന്നിട്ടും രാജനെ കണ്ടെത്താൻ മാത്രം കഴിഞ്ഞില്ല. ഈശ്വര വാര്യർ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്യുന്നു. പ്രിൻസിപ്പലിനെയും സഹപാഠികളെയും കോളേജ് ജീവനക്കാരെയും വിസ്തരിക്കുന്നു. പക്ഷേ രാജനെ അറസ്റ്റ് ചെയ്തിട്ടേ ഇല്ല എന്നാണ് കരുണാകരൻ നിയമസഭയെയും കോടതിയെയും അറിയിക്കുന്നത്. എന്നാൽ രാജനെ പോലീസ് കൊണ്ടുപോയ വിവരം തെളിയുകയും ഉടനെ രാജനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. കരുണാകരൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയും ആ കാര്യം ശരിവെക്കുന്നു. കള്ള സത്യവാങ്മൂലം നൽകിയ കരുണാകരനെതിരെ ക്രിമിനൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശിക്കുന്നു. ഇലക്ഷൻ ജയിച്ച് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ അങ്ങനെ രാജിവെക്കുകയും ചെയ്യുന്നു. പക്ഷേ രാജനെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. രാജൻ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നു. ജയറാം പടിക്കൽ, മധുസൂദനൻ, ലക്ഷ്മണ, പുലിക്കോടൻ തുടങ്ങിയ കൊടും ക്രൂരന്മാരായ പോലീസുകാരായിരുന്നു അന്ന് ക്യാമ്പ് നടത്തിയത്. നക്സലൈറ്റുകൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചപ്പോൾ രാജ ഓടിക്കോ എന്ന് പറയുന്നതായി ഒരു പോലീസുകാരൻ കേട്ടിരുന്നു. REC കോളേജിലും ചില നക്സലൈറ്റുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു രാജന് പകരം ആളുമാറിയാണ് പി രാജനെ പോലീസ് കൊണ്ടുപോകുന്നത്. കക്കയം ക്യാമ്പിൽ കണക്കില്ലാത്ത ക്രൂരതയാണ് രാജൻ അനുഭവിച്ചത്. ഉലക്ക വെച്ച് ഉരുട്ടിയാണ് അവരെ ചോദ്യം ചെയ്തത്. അതിനിടയിലാണ് രാജൻ കൊല്ലപ്പെടുന്നത്. പോലീസുകാർ രാജന്റെ മൃതദേഹം കക്കയം ഡാമിനടുത്ത് കൊണ്ടുപോവുകയും കത്തിക്കുകയും അവശിഷ്ടം ഉരക്കുഴി എന്ന വെള്ളച്ചാട്ടത്തിലേക്ക് എറിഞ്ഞതായും കരുതപ്പെടുന്നു. ശവശരീരം കണ്ടെത്താത്തത് കൊണ്ട് തന്നെ ആ കേസിൽ ഒരു പോലീസുകാരൻ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. 1978 മണിസ്വാമി സംവിധാനം ചെയ്ത് സോമൻ, സുകുമാരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് രാജൻ പറഞ്ഞ കഥ. അടിയന്തരാവസ്ഥ കാലത്തെ പോലീസിന്റെ ഭീകരമർദ്ദനങ്ങളെ കുറിച്ച് പറയുന്ന ആദ്യ രാഷ്ട്രീയ സിനിമ എന്നാണ് ഈ സിനിമയുടെ പോസ്റ്ററിൽ പറയുന്നത്. രാജനെ കൊലപ്പെടുത്തുന്ന പോലീസുകാരനായി അബുസലീമും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയും ഇതായിരുന്നു. രാജൻ കേസുമായി ബന്ധപ്പെട്ട ആദ്യ സിനിമ ഇതായിരിക്കണം. ആ സിനിമയുടെ പ്രിന്റ് ഇന്ന് ഓൺലൈനിൽ ലഭ്യമല്ല. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി 1989 റിലീസ് ചെയ്ത ചിത്രം മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രസിദ്ധമാക്കി. ഷാജി N കരുൺ സംവിധാനം ചെയ്ത പിറവി എന്ന ചിത്രം കാൻസ് അടക്കം ഒരുപാട് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകളിൽ ആ സിനിമ അവാർഡ് നേടി. ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. രാജൻ എന്ന പേരിന് പകരം രഘു എന്ന പേരാണ് കഥാപാത്രത്തിന് ഉപയോഗിച്ചത്. പോലീസ് അവനെ കൊണ്ടുപോയി. സ്പെഷ്യൽ ബ്രാഞ്ചുകാരായിരുന്നു രഘു അടക്കം. പ്രൊഫസർ ഈശ്വര വാര്യർക്ക് പകരം പ്രേംജി അവതരിപ്പിച്ച പ്രൊഫസർ രാഘവ ചാക്യാർ എന്ന കഥാപാത്രത്തിന്റെ വ്യൂ പോയിന്റിലൂടെയാണ് കഥ മുഴുവനായി മുന്നോട്ട് പോകുന്നത്. വൃദ്ധനായ ഒരച്ഛൻ തന്റെ മകനെ തേടിയിറങ്ങുന്ന ഹൃദയസ്പർശിയായ ഒരു കഥയാണ് ചിത്രം പറയുന്നത്. രാജന്റെ കുടുംബത്തിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് മാത്രമാണ് ആ സിനിമ കഥ പറയുന്നതും. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണത്. 2013 ആഷിഖ് അബു സംവിധാനം ചെയ്ത ഇടുക്കി ഗോൾഡ് സിനിമയിൽ രാജൻ കേസിനെ കുറിച്ച് പറയുന്നുണ്ട്. രാജൻ എന്ന രക്തസാക്ഷിയെ പാർട്ടിക്ക് ആവശ്യമില്ല. അധികാരത്തിന്റെ കനകസിംഹാസനങ്ങളിൽ കയറിയിരിക്കുന്ന രാജൻ പാട്ട് പാടിയതും കൊല്ലപ്പെട്ടതുമായ സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് കരുണാകരനെതിരെ നടത്തിയ പ്രതിഷേധമാണ് സിനിമയിൽ കാണിക്കുന്നതും. കക്കയം ക്യാമ്പിന്റെ ഭിത്തികൾക്കുള്ളിൽ വെച്ച് ചവിട്ടി അമർത്തി കളഞ്ഞ ആ കട്ടിക്കണ്ണടക്കാരന്റെ വെളുത്ത ചിരി ഇന്ന് നമ്മൾ കറുപ്പിക്കും. 2016 ജോൺ ഡിറ്റോ സംവിധാനം ചെയ്ത ചിത്രമാണ് സഹപാഠി 1975. രാജന്റെ കഥ പറഞ്ഞ മറ്റൊരു ചിത്രമാണത്. വിനീത് കുമാർ ആയിരുന്നു രാജൻ എന്ന പേരിൽ തന്നെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പായി രാജൻ ഒരു ലവ് സ്റ്റോറിയും സിനിമയിൽ നൽകിയിട്ടുണ്ട്. പ്രസന്റ് കാലഘട്ടത്തിൽ നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത്. സായ്കുമാർ അവതരിപ്പിച്ച പണ്ട് രാജന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നയാളുടെ മകൻ RECയിൽ പഠിക്കാൻ പോകുന്നതും അവിടെ എത്തിയ കഥാപാത്രം കഥ പറയുന്ന രീതിയിലുമാണ് സിനിമ കാണിക്കുന്നത്. രാജനെ ആള് മാറിക്കൊണ്ടുപോകുന്നതായിട്ട് തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത്. രാജശേഖരൻ
ഞാനോ? അന്നുണ്ടായിരുന്ന പുലിക്കോടൻ എന്ന പോലീസുകാരന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മനോജ് കേജൻ ആയിരുന്നു. നരിക്കോടൻ നാരായണൻ എന്നാണ് കഥാപാത്രത്തിന് പേര് നൽകിയത്. യഥാർത്ഥത്തിൽ ആ പോലീസുകാരൻ പിന്നീട് സന്യാസിയായി മാറിയിരുന്നു. പ്രസന്റ് കാലഘട്ടത്തിൽ അയാൾ കോടതിയിൽ വന്ന് കുറ്റസമ്മതം നടത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പോലീസ് മേധാവിയായിരുന്ന ജയറാം പണിക്കർ ഒരു ക്രൂരനായിരുന്നില്ല. ജയറാം പണിക്കർ എന്ന പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിജയരാഘവനായിരുന്നു. ആ പോലീസുകാരനെ നന്നായി വെളുപ്പിച്ചിട്ടാണ് സിനിമ കാണിച്ചത്. നല്ലൊരു പോലീസുകാരനായിട്ടാണ് ആ കഥാപാത്രം. എല്ലാത്തിനും പ്രധാന കാരണം പുലിക്കോടൻ എന്ന പോലീസുകാരൻ മാത്രമാണെന്നും ജയറാം പണിക്കർ നിരപരാധിയാണെന്നും മന്ത്രി ക്യാമ്പിൽ വന്നുകൊണ്ട് ശവം കത്തിക്കാൻ പറഞ്ഞുവെന്നുമെല്ലാം സിനിമയിൽ കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാജൻ മരണപ്പെട്ട ശേഷം തിരുവനന്തപുരത്തേക്ക് കോൾ ചെയ്തതിന്റെ തെളിവുകളുണ്ട്. എന്നാൽ മന്ത്രി ക്യാമ്പിലേക്ക് വന്നതായിട്ടൊന്നും ആരും തന്നെ പറഞ്ഞിട്ടില്ല. ശവശരീരം പഞ്ചസാരയിട്ട് കത്തിച്ച ശേഷം അവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞതായിട്ട് തന്നെയാണ് സിനിമയിലും കാണിക്കുന്നത്. ആരും അറിയാതെ പോയ ഒരു പരാജയ സിനിമയായിരുന്നു അത്. 2018 സതീഷ് പോൾ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ രാജന്റെ കഥ പറഞ്ഞ മറ്റൊരു ചിത്രമാണ് കാറ്റ് വിതച്ചവർ. അതൊരു ലോ ബജറ്റ് ചിത്രമായിരുന്നു. ഒരു ഡോക്യുമെന്ററി പോലെയോ വിവരണം പോലെയോ മാത്രം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. പക്ഷെ ആ സിനിമയിൽ രാജൻ കേസ് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേസിൽ കോടതിയിൽ പലരും സാക്ഷികളായി വന്നിരുന്നു. അവരെല്ലാം സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളായി വരികയും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. കരുണാകരൻ രാജിവെച്ച ശേഷം AK ആന്റണി മുഖ്യമന്ത്രിയാവുകയും ആന്റണി ഉത്തരവിട്ട പോലീസുകാരൻ കേസ് അന്വേഷിക്കുന്നതുമാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്നെ കൊണ്ടുവരുമ്പോൾ ചാലിയെ ബെഞ്ചിൽ കിടത്തി ഉരുട്ടുന്നതാണ് ഞാൻ കണ്ടത്. യാഥാർത്ഥ്യവുമായി ഏറെ സാമ്യമുള്ള രീതിയിലാണ് ആ സിനിമ തയ്യാറാക്കിയത്. അക്കാലത്ത് യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിച്ച ഒരു പത്രപ്രവർത്തകൻ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിലെ കണ്ടെത്തലുകളാണ് സിനിമയിൽ പിന്നീട് കാണിക്കുന്നത്. സംഭവങ്ങൾ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ടെങ്കിലും ഒരു ലോ ബജറ്റ് ചിത്രത്തിന്റെ എല്ലാ കുറവുകളും ആ സിനിമയ്ക്കുണ്ട്. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാം നേരത്തെ ശരിയാക്കിയേനെ. കരുണാകരൻ, AK ആന്റണി, പിണറായി വിജയൻ, അച്യുത മേനോൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചത് മിമിക്രിക്കാരായിരുന്നു. ജയറാം പടിക്കൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ടിനി ടോമും. ഈ സ്ഥലം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾ നിങ്ങളാണ്. ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. സംഭവങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകുമെങ്കിലും സിനിമ എന്ന രീതിയിൽ അതൊരു വൻ പരാജയമാണ്. ടോം ഇമ്മട്ടി എഴുതി സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് ചിത്രമാണ് ഒരു മെക്സിക്കൻ അപാരത. രാജൻ കേസിൽ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം ആ സിനിമയിലും കാണിക്കുന്നുണ്ട്. ടൊവിനോ തോമസ് അവതരിപ്പിച്ച കൊച്ചനിയൻ എന്ന കഥാപാത്രത്തിന്റെ ഇൻട്രോ സീനിലാണ് അത് കാണിക്കുന്നത്. രാജൻ കേസിലെ ചില യഥാർത്ഥ പത്ര കട്ടിങ്ങുകളും സിനിമയിൽ കാണിക്കുന്നുണ്ട്. സാധാരണ കേസ് അല്ലിക്ക, ഹേബിയസ് കോർപ്പസ്. ദൃശ്യം, അടിക്കുറിപ്പ് സിനിമകളിലെല്ലാം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമായിരുന്നു ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് റിട്ട് നാളെ തന്നെ സാർ ഫയൽ ചെയ്യണം. ആ ഒരു റിട്ടാണ് ഈ കേസിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. മറ്റൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചെയ്ത സിനിമയായിരുന്നു ജയ് ഭീം. ആ സിനിമയിലും രാജൻ കേസിനെ കുറിച്ച് വളരെ വ്യക്തമായി സൂര്യയുടെ കഥാപാത്രം പറയുന്നുണ്ട്. എമർജൻസി ടൈമിൽ രാജൻ സ്റ്റുഡന്റ് കസ്റ്റഡി എടുത്തത് കേരള പോലീസ്. அதுக்கப்புறமா அவர் தப்பிச்சு ஓடிட்டாருன்னு சொன்னார். ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ മുൻകാല കേസായിട്ടാണ് രാജൻ കേസിനെ കുറിച്ച് പറയുന്നത്. ഹേബിയസ് കോർപ്പസ് പെറ്റിഷൻ എടുത്ത കേരള ഹൈക്കോടതി പോലീസ് ഐ വിറ്റ്നസ് ക്രോസ് പண்றதுக்கு സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തു. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയ മലയാള സിനിമകൾ ഇനിയുമുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.